ഭിന്നിപ്പിൻ്റെ സ്വരങ്ങൾ പാർട്ടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നേരിട്ടിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് പിണറായി വിജയനെ MA ബേബി. ശ്രീമതി ടീച്ചറിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വിലക്കിയത്, ഇവിടെ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞ് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു സ്വരം പിണറായി മുഴക്കിയിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നിരുന്ന വാർത്ത. എന്നാൽ അത്തരത്തിൽ യാതൊരു സംഭവമില്ല. ദേശീയ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീമതി ടീച്ചർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവരെ പങ്കെടുക്കാൻ പാടില്ല എന്നോ അവരെ വിലക്കിയിട്ടുണ്ടോ എന്നുള്ളത് അടിസ്ഥാന വിരുദ്ധമാണെന്നാണ് ബേബി അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ പിണറായി വിരുദ്ധരായിട്ട് പ്രധാന നേതാക്കളൊക്കെ മാറുകയാണോ? അതായത് കേരള CPM-ൽ ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു അധികാര വടംവലിയുടെ ഭാഗമായിട്ട് നടക്കുന്ന പൊട്ടിത്തെറിയാണ്, അല്ലെങ്കിൽ താൻ പ്രമാണിത്വവും അഹങ്കാരവും വെച്ച് പുലർത്തുന്ന പിണറായി വിജയൻ. താനാണ് പാർട്ടി, താനാണ് എല്ലാം, കേരളം എന്ന് പറഞ്ഞാൽ ഞാനാണ്, മുഖ്യമന്ത്രി ഞാനാണ്, അധികാരം ഞാനാണ്, പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാനാണ്, പാർട്ടിക്ക് ഡൽഹിയിൽ ജീവിക്കണമെങ്കിൽ ഇവിടുന്ന് ഫണ്ട് വേണ്ടത് ഇവിടുന്ന് കിട്ടണം എന്നൊക്കെയുള്ള അഹങ്കാരത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു താൻ പ്രമാണിത്വത്തിനെതിരെ സംഘടിതമായി CPM-നുള്ളിൽ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പോരാട്ടം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെ, പൊട്ടിത്തെറിയുടെ ഭാഗമായി ഇവിടെ പ്രശ്നം ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. നമുക്കറിയാം, ഈ കഴിഞ്ഞ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് AKG സെൻറ്റർ 135 കോടിയൊക്കെ ചിലവാക്കിയ ഒരു AKG സെൻറ്റർ പുതിയതായി പണിതത് ഉദ്ഘാടനം നടത്തിയപ്പോൾ ആരാണ് ഉദ്ഘാടനം നടത്തിയത്? പിണറായി വിജയൻ. ആരാ അടുത്തിരുന്നത്? ഗോവിന്ദ മാഷ്. ഇദ്ദേഹം MA ബേബി എവിടെയാണ് ഇരുന്നത്? MA ബേബി ആരാണ്? ജനറൽ സെക്രട്ടറിയാണ്, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം പിണറായി ചിലപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്ത് അവിടെ ഇരിക്കാനില്ല. സെക്കൻഡ് അദ്ദേഹമല്ലേ ഇരിക്കേണ്ടത്? അദ്ദേഹം സദസ്സിൽ എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു, അദ്ദേഹത്തെ അപമാനിക്കുകയായിരുന്നു. അയാളെ ഒരു പുല്ലുവരെയും കൽപ്പിച്ചിട്ടില്ല. അതുതന്നെയാണ് പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിൽ ശ്രീമതി ടീച്ചറോട് പറഞ്ഞു, നിങ്ങൾക്ക് ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമേ അനുമതിയുള്ളൂ. വയസ്സ് 77-75 കഴിഞ്ഞ ആനുകൂല്യം കിട്ടിയിട്ടുള്ളത് ദേശീയവുമായി ബന്ധപ്പെട്ട് മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള പരിഗണന നൽകി. ദേശീയ കേന്ദ്ര നേതൃത്വത്തിൽ അംഗത്വം അവിടെ അനുമതി കിട്ടാൻ കാരണം, തുടരാനുള്ള അനുമതി കിട്ടാൻ കാരണം, 75 വയസ്സ് കഴിഞ്ഞിട്ട് അനുമതി കിട്ടാൻ കാരണം അതാണ്. അത് ഡൽഹിയിലാണ്. ഇവിടെ പണി വേണ്ട, ഇവിടെ ഇറങ്ങിക്കോളാനാണ് പറഞ്ഞത്. അതായത് ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർമാരെല്ലാവരും പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ ഒരു സ്ത്രീയെ, പ്രത്യേകിച്ചും വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരാരായിക്കോട്ടെ, ആരോപണങ്ങൾ ഉണ്ടായിക്കോട്ടെ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വിലപ്പെട്ട ഒരാളാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ പരസ്യമായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ മാറണം, ഇറങ്ങിപ്പോകണം എന്ന് പച്ചയായി പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ചു. രണ്ടാമത് പാർട്ടിക്കുള്ളിൽ സംഘടനാപരമായിട്ട് കേന്ദ്ര കമ്മിറ്റീനെ തള്ളിക്കളഞ്ഞു പിണറായി വിജയൻ. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതി ടീച്ചർ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള കമ്മിറ്റിയിൽ ഏത് സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ആയാലും സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് ആയാലും ജില്ലാ കമ്മിറ്റി മീറ്റിങ്ങിലായാൽ പോലും കയറിയിറങ്ങാൻ അധികാരമുള്ള ആളാണ്. അതാണല്ലോ പാർട്ടി ഘടന എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇറക്കി വിടുമ്പോൾ പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിയെ പൂർണ്ണമായി അധിക്ഷേപിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളിലൂടെ. ഒരു കാര്യമല്ല, MA ബേബിയെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തോട് കാട്ടിയ ഒരു വല്ലാത്ത പരിഹസിച്ചുകൊണ്ടുള്ള ഒരു മൂലക്കിരുത്തലും, അതേപോലെ ഇതും അതിനർത്ഥമാക്കുന്നത് എന്താണ്? പിണറായി ഞാനാണ് എല്ലാം, എൻ്റെ ശക്തി ഇപ്പോഴും ചോർന്നിട്ടില്ല, ഞാൻ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഞാനാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അതിനെതിരെ ഇപ്പോൾ MA ബേബി രംഗത്ത് വന്നതാണ് ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത്. അതിനെതിരെ രംഗത്ത് വന്നു പറയുമ്പോൾ ശ്രീമതി ടീച്ചറും ഇതിലൊരു അമർഷം അറിയാം. അതിനുശേഷം MA ബേബി പരസ്യമായി ഡിക്ലെയർ ചെയ്തു, അങ്ങനെ ഒരു അവകാശം ആർക്കുമില്ല, ഇവിടെ പുറത്താക്കാനും പറ്റില്ല. കാരണം ഇത് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ കീഴിലാണ് കേരള കമ്മിറ്റി. അവിടെയുള്ള സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ആയാലും സംസ്ഥാന കമ്മിറ്റി മീറ്റിങ്ങിലായാലും പങ്കെടുക്കാൻ ശ്രീമതി ടീച്ചർക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നതിലൂടെ പിണറായി വിജയനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് MA ബേബി എന്ന് തീർത്ത് പറയാൻ പറ്റും. എന്നാൽ MV ഗോവിന്ദൻ പറഞ്ഞെന്താ, കേന്ദ്ര കമ്മിറ്റി, നമുക്ക് ആദ്യം തന്നെ MA ബേബിയുടെ ആ വീഡിയോ ഒന്ന് കാണാം. ദേശീയ തലത്തിലാണ് ശ്രീമതി ടീച്ചർ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി എവിടെല്ലാം പാർട്ടി കമ്മിറ്റികൾ പങ്കെടുക്കണമോ അവിടുത്തെ പാർട്ടി കമ്മിറ്റികളെല്ലാം പങ്കെടുക്കും. ഒരു പാർട്ടി കമ്മിറ്റി പങ്കെടുക്കുന്നതിനും ശ്രീമതി ടീച്ചർക്ക് വിലക്ക്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ട സമയത്ത് PK ശ്രീമതി ടീച്ചർ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിലക്കുമില്ല. കണ്ടല്ലോ,
അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റി മെമ്പറായ ശ്രീമതി ടീച്ചർക്ക് ഏത് സംസ്ഥാന കമ്മിറ്റീൻ്റെ ആയാലും ശരി, അതിന് താഴെയുള്ള ജില്ലാ കമ്മിറ്റീൻ്റെ ആയാലും പാർട്ടിയുടെ ഏത് ഘടകത്തിലും കയറി മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട്. അതാണ് കേന്ദ്ര കമ്മിറ്റി എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇനി വേറെ ദിവസം MV ഗോവിന്ദൻ എന്താ പറഞ്ഞു നോക്കാം. ശ്രീമതി ടീച്ചർ 75 വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി എക്സഷൻ കൊടുത്തു. അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിലെടുത്തു. അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല, അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ട് അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത് ഡൽഹിയിലാണ്. ഡൽഹി എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ്. കണ്ടല്ലോ MV ഗോവിന്ദൻ പറഞ്ഞ എന്താണ്? MV ഗോവിന്ദൻ വളരെ പറഞ്ഞിരിക്കുന്നത് അവർ അഖിലേന്ത്യാ കമ്മിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ കേരള കമ്മിറ്റിയിലെ അഖിലേന്ത്യാ കമ്മിറ്റിയിലാണ് അവർക്ക് 75 വയസ്സിന് മേലുള്ള ആനുകൂല്യം കൊടുത്തത്. 75 വയസ്സ് വരെയുള്ളൂ പാർട്ടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. 75 വയസ്സിന് മേലുള്ള അവിടെ മാത്രം അനുമതി കൊടുത്തത്. ഒറ്റ ചോദ്യം, അഖിലേന്ത്യാ കമ്മിറ്റീൻ്റെ കീഴിലല്ലേ ഈ കേരള കമ്മിറ്റി CPM-ൻ്റെ? പിന്നെ പിണറായി വിജയൻ ഇതേ ആനുകൂല്യം കൊടുത്തിട്ടില്ലേ? അദ്ദേഹത്തിന് 75 വയസ്സ് 79 വയസ്സായില്ലേ? ആ ആനുകൂല്യം കൊടുത്തിട്ടില്ലേ അദ്ദേഹം മുഖ്യമന്ത്രി ഇരിക്കുന്നത്, അദ്ദേഹം സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്? അപ്പം കൃത്യം പറഞ്ഞാൽ MV ഗോവിന്ദൻ പിണറായി വിജയൻ്റെ ഒരു അടിമയെ പോലെ പ്രവർത്തിക്കുകയാണ്. എന്താണ് കാരണം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. MV ഗോവിന്ദൻ പാർട്ടിയിൽ സെക്രട്ടറിയായി വന്നപ്പോൾ നമ്മളെല്ലാം കരുതി പാർട്ടിയിൽ ശുദ്ധീകരണം നടക്കുന്നതാണ്, അഴിമതിക്കെതിരെ ശുദ്ധീകരണം നടക്കുന്നതാണ്. എന്നാൽ MV ഗോവിന്ദൻ ഈ അടുത്ത കാലത്ത് ലണ്ടനിൽ പോവുകയുണ്ടായി. ലണ്ടനിൽ ആരെ കൂടിയാണ് താമസം അറിയാമോ? ഒരു അധോലോക മാഫിയ തട്ടിപ്പ് വീരൻ എന്ന് പറയുന്ന, ഇവിടെ ഈ ഹവാല പണം പല പാർട്ടി നേതാക്കന്മാർക്കും എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്ന, ഇവിടെ സിനിമകളിലെല്ലാം തന്നെ പണം ഹവാല പണം കൊടുക്കുന്നു എന്ന് പറയുന്ന, ആരോപണ വിധേയമായി പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ, അതിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അനുമതി UK എന്നുള്ള മെമ്പറായിട്ട് വന്ന രാജേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ആളെ പാർട്ടി അഖിലേന്ത്യാ കമ്മിറ്റിയിൽ നിന്ന് പുറത്ത്, ആ ആളുടെ വീട്ടിലാണ് പിണറായി ഗോവിന്ദൻ താമസിച്ചത്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയി അവിടെ താമസിച്ചതും ഈ രാജേഷ് കൃഷ്ണയുടെ വീട്ടിലാണ്. അപ്പോൾ ഇയാൾക്ക് എന്താണ് ബന്ധം പിണറായി വിജയൻ ഈ രാജേഷ് കൃഷ്ണനായിട്ട് MV ഗോവിന്ദന്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MV ഗോവിന്ദൻ്റെ മകൻ ശ്യാം പല നിയമവിരുദ്ധമായ ഇടപാടുകളിൽ ഏർപ്പെടുകയും കോടിക്കണക്കിന് രൂപ അഴിമതി ആരോപണം ഉണ്ടാവുകയും തട്ടിപ്പിൻ്റെ പരാതികൾ വരികയും അതിലെല്ലാ രേഖകളും പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. എന്തെങ്കിലും വന്നാൽ പിണറായി വിജയന് കൃത്യമായി MV ഗോവിന്ദനെ തൂക്കാൻ പറ്റും, മകനെയും തൂക്കാൻ പറ്റും. ഈ ബ്ലാക്ക് മെയിലിങ്ങിന് ഇതായിട്ടുള്ള ആൾ MV ഗോവിന്ദൻ, ശുദ്ധീകരണത്തിന് വന്ന MV ഗോവിന്ദൻ ഇപ്പോൾ അടിമയെ പോലെ കഴിഞ്ഞുകൂടുകയാണ് പാർട്ടിയിൽ. ഒരു ശുദ്ധീകരണവുമില്ല. അദ്ദേഹം എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് അറിയാമോ? പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്ന അറിയാമോ? അദ്ദേഹത്തിൻ്റെ തളിപ്പറമ്പ് സീറ്റിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് EP ജയരാജന് MLA സ്ഥാനം കൊടുക്കും. എന്നിട്ട് EP ജയരാജനെ മന്ത്രിയാക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അത് നടത്തിയിട്ടില്ല. പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം രാജിവെച്ചില്ല. കാരണം EP ജയരാജൻ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. EP ജയരാജൻ്റെ ആരാണ് ശ്രീമതി ടീച്ചർ അറിയാമോ? അതെ, അദ്ദേഹത്തിന്റെ എന്താണ് ഭാര്യ സഹോദരിയാണ്. അങ്ങനെയുള്ള ശ്രീമതി ടീച്ചറെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുന്നതിന് കാരണം ഈ പിണറായി വിജയൻ്റെ ഇവിടെയുള്ള ബന്ധങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ശ്രീമതി ടീച്ചർ നേരിട്ട് ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ അവിടെയുള്ള ആളുകളെല്ലാം സ്വാധീനിച്ച് അവിടെ അംഗത്വം നേടി എന്നുള്ളതാണ്, അംഗത്വം നേടി എന്നുള്ളതാണ്. അംഗത്വമല്ല, അദ്ദേഹം അവിടെ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാനുള്ള 75 വയസ്സ് കഴിഞ്ഞിട്ടും അവിടെ തുടരാൻ അനുമതി കിട്ടി എന്നുള്ളതാണ് പിണറായി വിജയന് ഉണ്ടായിട്ടുള്ള ഈ ശോഭത്തിന് കാരണം. അദ്ദേഹത്തിൻ്റെ വഴിക്കല്ലാതെ വേറെ വഴിക്ക് ശ്രീമതി ടീച്ചർ വളരുന്നു, കേന്ദ്ര കമ്മിറ്റിയിൽ അവരെ സ്ഥാനം നിലനിർത്തി. അത് പിണറായി വിജയൻ്റെ മുകളിലൂടെയാണ് പോയിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ശ്രീമതി ടീച്ചറെ പഠിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. രണ്ടാമത് EP ജയരാജനാണ് AKG സെൻറ്ററിൽ MV ഗോവിന്ദൻ MABB വന്നപ്പോൾ സ്വീകരണം കൊടുക്കാൻ മുൻകൈ എടുത്തത്. പൊന്നാട ആദ്യം അണിയിക്കുന്നത്, ചോപ്പ് പൊന്നാട അണിയിച്ചു. എന്നാൽ MV ഗോവിന്ദൻ ഹാജരായില്ലെന്ന്. അതായത് പറഞ്ഞു വരുന്നത് MABBക്കിടയിലും പിണറായിക്കിടയിലും ഒരു ശക്തമായിട്ടുള്ള ഒരു ഈഗോ ക്ലാഷ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള പോരാട്ടം തുടങ്ങുന്നു. കേന്ദ്ര കമ്മിറ്റിയെ പിണറായി വിജയൻ അംഗീകരിക്കുന്നില്ല. അതെ,
കേന്ദ്ര കമ്മിറ്റി പിണറായി വിജയനെ MA ബേബി അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിന് കാരണം കഴിഞ്ഞ 2021 ശേഷമുള്ള പിണറായി വിജയൻ വെട്ടിമാറ്റിയിട്ടുള്ള എത്ര നേതാക്കന്മാരുണ്ട്. അവരെല്ലാവരും MA ബേബിയോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ജി സുധാകരൻ, AK ബാലൻ, EP ജയരാജൻ, തോമസ് ഐസക്കൻ, P ജയരാജൻ, അങ്ങനെ തുടങ്ങിയുള്ള കേരളത്തിലെ ശക്തരായ നേതാക്കൾ, പിന്തുണയുള്ള നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പിണറായി വിജയനെതിരെ അണിനിരന്നിരിക്കുന്നു. പ്രത്യേകിച്ചും പിണറായി വിജയനെതിരെ ഇപ്പോൾ മകൾക്കെതിരെയും പിണറായിക്കെതിരെയും SFIO അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയും ED അന്വേഷണം വരാൻ പോകുന്നു എന്ന് പറയുന്ന പ്രത്യേക സാഹചര്യത്തിൽ പിണറായി വിജയന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ വേണം എന്നിരിക്കെ തന്നെയാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഒരു കേന്ദ്ര കമ്മിറ്റിയെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായത്. തിരിച്ച് MA ബേബിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ CPMന്റെ മറ്റു നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പിണറായി വിജയനെതിരെയും തിരിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ശ്രീമതി ടീച്ചറിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ മേബി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് 2016 ഇലക്ഷനിൽ തോൽക്കേണ്ടി വന്നത് ചില ആളുകളുടെ പരനാരി പ്രയോഗം കൊണ്ടൊക്കെ അതൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ട് എന്ന് പരോക്ഷമായിട്ട് ബേബി വ്യക്തമാക്കിയിട്ടുണ്ട്. 16 മുതൽ ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ബേബിയെ തുടച്ചു മാറ്റിയതും പിണറായി തന്നെയാണ്. അപ്പോൾ ബേബിയുടെ ഉള്ളിൽ ഒരു പകയുടെ കനൽ ഇങ്ങനെ കത്തുന്നുണ്ട്. അത് പിണറായിയെ ഭസ്മമാക്കാൻ തുനിയുന്നതാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ ഒരു രഹസ്യം കൂടി വെളിപ്പെടുത്താം. 2019 ലോക്സഭാ ഇലക്ഷനിലാണ് കൊല്ലത്ത് പ്രേമചന്ദ്രനോട് ഏറ്റുമുട്ടാൻ വേണ്ടി MA ബേബി എത്തുന്നത്. 2016 മന്ത്രിസഭയിലെ അംഗമാണല്ലോ MA ബേബി, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയെ ഇലക്ഷൻ നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി കുപ്പായം തുന്നിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തിയത്. അങ്ങനെ പിണറായി വിജയൻ്റെ കൂടെ കൂടി VS അച്യുതനെ വെട്ടിമാറ്റാനുള്ള കൂട്ടുമുന്നണിയാണ് ഇവരൊക്കെ. പക്ഷേ അധികാരം കിട്ടിയപ്പോൾ പിണറായി വിജയന് മനസ്സിലായി MA ബേബി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ ഇവിടുന്ന് വെട്ടിമാറ്റി ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചത്, കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും പറഞ്ഞയച്ചത് പിണറായി വിജയനാണ്. അങ്ങനെ പിണറായി വിജയൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാളെ മരുമകനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ മാർഗതടസ്സം നിൽക്കുന്ന ഒരാളെ ആദ്യത്തെ ഒരാളാണ് MA ബേബി ഡൽഹിയിൽ പറഞ്ഞയച്ചതിലൂടെ. അപ്പം അന്ന് പരനാറി പ്രയോഗം നടത്തിയത് MA ബേബി അല്ല ഇയാൾക്കെതിരെയാണ്. ആർക്കെതിരെ? പ്രേമചന്ദ്രനെതിരെയാണ്. അതുവഴി MA ബേബിക്കെതിരെ വോട്ട് മറിക്കുക എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ലക്ഷ്യം. അത് കൃത്യമായി 10,40,000-50,000 വോട്ടിന് കൊല്ലത്ത് ഈ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രത്തിൽ പ്രേമചന്ദ്രൻ വിജയിക്കാൻ കാരണമായി. അന്ന് മുതൽ MA ബേബിക്ക് പിണറായി വിജയനെതിരെയുള്ള ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്, രോഷമുണ്ട്. സമയം കിട്ടിയാൽ ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ ഒരു പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം കൂടി ചേർന്ന് ഒരു ആഭ്യന്തര കലഹം തന്നെ CPMൽ വന്നിരിക്കുകയാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. എന്തായാലും പൊതുജനം അത് വലിയ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത് ജനം ആകപ്പാടെ വെറുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ CPM തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ MA ബേബിയെ രക്ഷകനായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് എന്നുള്ളതാണ് സത്യം.